ഹായ് ഫ്രണ്ട്സ്, എന്നിട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വാട്ടർ ടാപ്പ് അഥവാ നോസിൽ കോക്ക് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാധാരണ എല്ലാ വീട്ടിലും തന്നെ ഇതേപോലെയുള്ള ടാപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അധികം ലീക്ക് വരുമ്പോൾ നമ്മൾ ഇത് മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യാണ് പതിവ്. ഇനി ഇതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചില നോസിൽ കോക്കിന് മുകളിൽ സ്ക്രൂവും ചിലതിന് സൈഡിൽ എല്ലെങ്കിൽ ടൈപ്പും അങ്ങനെയൊക്കെയാണ് വരാറ്. ഇതിപ്പോൾ എല്ലെങ്കിൽ ടൈപ്പ് ഒരു നോസിൽ കോക്കാണ് ഞാനിവിടെ റിപ്പയർ ചെയ്യുന്നത്. അതിൽ തന്നെ ഈ സൈഡിൽ അല്ലെങ്കിൽ അയച്ച് ഇതിൻ്റെ ടോപ്പ് അയച്ചു മാറ്റുക. അതിന് ശേഷം ഈ കാണുന്ന സ്പിൻഡിൽ അഥവാ ഇന്നർ സെറ്റ് നമുക്ക് അഴിച്ചിളക്കാം. ഈ സ്പിൻഡിലിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് നമ്മളെ വീട്ടിലെ വാട്ടർ ടാപ്പ് അധികവും ലീക്ക് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഫുള്ള് കട്ടായിട്ടുള്ളത്, ഇതുകൊണ്ടാണ് നമ്മളെ ടാപ്പ് ലീക്കാവുന്നത്. മുറിഞ്ഞുപോയ സ്പിൻഡലിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുൾ ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പുതിയ സ്പിൻഡിൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിനകത്തുള്ള സ്പിൻഡിലെ ഭാഗങ്ങളൊക്കെ അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പുതിയ സ്പിൻഡിൽ അത് ഇന്നർ സെറ്റ് ഫിറ്റ് ചെയ്യാം. ഇത് ക്ലീനാക്കിയ ശേഷം നമുക്കിതിലേക്ക് പുതിയ സ്പിൻഡിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റിൽ 100 രൂപ മുതൽ നമുക്ക് സ്പിൻഡിൽ അവൈലബിൾ ആണ്. വിവിധ തരത്തിലുള്ള സ്പിൻഡിൽ അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്പിൻഡിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ സ്പിൻഡിൽ. ഇതിനെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണിത്. നമ്മൾ സ്പിൻഡിൽ ഏതാണ്ട് ഫിറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാക്കി ടോപ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഈ ടാപ്പ് റീഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ ടാപ്പ് അഴിച്ചു മാറ്റാതെ തന്നെ എല്ലാ പോർഷനിൽ തന്നെ ഇത് സ്പിൻഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാപ്പ് അഴിച്ചു മാറ്റി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കല്ലേ. കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.